കോട്ടയം കോഴഞ്ചേരി റൂട്ടിൽ KSRTC ബസ്സുകളും സ്വകാര്യ ബസ്സുകളും തമ്മിൽ മത്സരയോട്ടം പതിവാവുകയാണ്. പുതുപ്പള്ളി തോട്ടക്കാടിന് സമീപം തലനാരിഴയ്ക്കാണ് അപകടം ഒഴിവായത്. ബുധനാഴ്ച നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. ആ ദൃശ്യങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ടോബി ജോൺസൺ വിവരങ്ങൾ ചെയ്യുന്നത്. ടോബി, കൊച്ചി വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊന്നും ഒന്നുമല്ല കേട്ടോ. കൊച്ചി വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ ചെറുത്. കൊച്ചിയിലൊക്കെ ഇന്നലെ വൈകുന്നേരം പുറത്തു പോയതാ. ഒരു സ്വകാര്യ ബസ്സുകാരും ബാക്കി കൊണ്ടുവന്ന് ഒരേ ബഹളമൊന്നും. എന്നിട്ട് നമ്മുടെ മുന്നിൽ വണ്ടിയുണ്ട് എന്നും നോക്കത്തില്ല. ഓണടിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് ഇടയ്ക്കൂടെ കയറ്റിക്കൊണ്ട് പോയി എന്തൊക്കെയോ കാണിച്ചിട്ട് വണ്ടി കയറ്റിക്കൊണ്ട് പോയി. ടോബി, ഇപ്പൊ ഇതെന്താ സംഭവം? അശ്മി, തീർച്ചയായിട്ടും കൊച്ചിയിൽ വേഗതയ്ക്കൊരല്പം കുറവുണ്ടെങ്കിൽ ഇങ്ങനെ അടുത്തടുത്താണ് വണ്ടി പോകുന്നെങ്കിൽ ഇത് ഈ ഗ്രാമപ്രദേശമാണ്. തോട്ടക്കാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. കോഴഞ്ചേരി കോട്ടയം റൂട്ടിലാണ് ഈ ഒരു മത്സരയോട്ടം സ്ഥിരമായിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ ഒക്ടോബറിൽ സമാനമായിട്ടുള്ള ദൃശ്യങ്ങൾ പുറത്തുവിട്ടതാണ്. അതായത് ഒരു KSRTC ബസ് റോങ് സൈഡിലൂടെ ഓവർടേക്ക് ചെയ്ത് പോകുന്ന ഒരു ദൃശ്യം നമ്മൾ കാണിച്ചു. അതോടൊപ്പം തന്നെ ആ KSRTC ബസ്സിനെ പിന്തുടർന്ന് വന്ന് സ്വകാര്യ ബസ് കുറുകെ വെക്കുന്ന ഒരു ദൃശ്യം നമ്മൾ കണ്ടു. അതിന് സമാനമായ ദൃശ്യമാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ബുധനാഴ്ച കൂടി ഉണ്ടായിരിക്കുന്ന അതിന്റെ ദൃശ്യമാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് റോങ് സൈഡിലൂടെ ഓവർടേക്ക് ചെയ്ത് വരുമ്പോൾ എതിരെ ഒരു ബസ് വന്ന് നേർക്കുനേർ ഇടിക്കുന്ന തരത്തിൽ വാഹനം ചവിട്ടി നിർത്തുകയാണ്. എന്തായാലും ഈ ഒരു മത്സരയോട്ടം കാരണം ഏറെ ബുദ്ധിമുട്ടിയിരിക്കുന്നത് അവിടുത്തെ യാത്രക്കാരാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിരന്തരം അവിടുന്ന് യാത്രക്കാരുടെ പരാതികൾ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. ആ മേഖലയിൽ ഒരു കൃത്യമായ പരിശോധന നടത്താൻ പോലും ഈ മോട്ടോർ വാഹന വകുപ്പ് അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആരും തന്നെ തയ്യാറാകുന്നില്ല എന്നാണ് നാട്ടുകാരും അവിടെയുള്ള യാത്രക്കാരും എല്ലാം പറയുന്നത്. ഈ മല്ലപ്പള്ളി ഡിപ്പോയിലെ KSRTC ജീവനക്കാരാണ് ഇത്തരത്തിലൊരു പ്രശ്നമുണ്ടാക്കുന്നതെന്ന് സ്വകാര്യ ബസ്സിലെ ആളുകൾ പറയുന്നു. എന്നാൽ സ്വകാര്യ ബസ്സുകാരാണ് പ്രശ്നമുണ്ടാക്കുന്നതെന്ന് ഈ KSRTC ജീവനക്കാരും പറയുന്നുണ്ട്. എന്തായാലും ഒരേ സമയത്ത് ഈ സർവീസുകൾ നടത്തുന്നതാണ് ഈ മത്സരയോട്ടത്തിന് കാരണം. രണ്ടു കൂട്ടരും വിട്ടുകൊടുക്കാതെ ഈ യാത്രക്കാരെയും ഇരുത്തിക്കൊണ്ട് അപകടകരമായ രീതിയിൽ ബസ് ഓടിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് പലപ്പോഴും അവിടെ നിന്ന് കാഴ്ചകൾ തന്നെയാണ് ആ മേഖലയിൽ നിന്നും കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇതിനൊരു അറുതി വരുത്തേണ്ടത് അത്യാവശ്യമാണ്. വലിയൊരു അപകടത്തിലേക്ക് പോയി കഴിഞ്ഞാൽ കാര്യങ്ങൾ നിൽക്കില്ല. രണ്ടു കൂട്ടർക്കും പറയാൻ അവരുടേതായിട്ടുള്ള ന്യായങ്ങളുണ്ട്. പക്ഷെ ആരെയും നമുക്ക് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം രണ്ടുപേരും ജീവൻ കൈവെക്കുന്നത് ഈ യാത്രക്കാരുടെയാണ്. അവർ ആ ജീവൻ കൈവച്ചാണ് ഈ മത്സരയോട്ടം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടു കൂട്ടരെയും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കില്ല. ഇതിനൊരു അറുതി വരുത്തേണ്ട അത്യാവശ്യമാണ്. അങ്ങനെയുള്ള നിലപാട് തന്നെ, ആ ഒരു പ്രതികരണം തന്നെയാണ് അവിടെയുള്ള ആളുകളിൽ നിന്നും ലഭിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ബുധനാഴ്ച തോട്ടക്കാട് നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത്. ആഷ്മി ഓക്കെ, അവിടെ മത്സരയോട്ടം പതിവാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ കൊച്ചിയിലുള്ള ടൈപ്പ് അല്ല. അവിടെ അധികം ട്രാഫിക് ഇല്ലാത്ത മേഖലയാണ്. അപകട സാധ്യത കൂടുതലുമാണ്. കാരണം നാട്ടുപുറത്തുകാരാണ്, അവരൊട്ടും പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല ഇത്. അപ്പൊ ഇതിന് കർശനമായ നടപടികൾ തന്നെ വേണം. പലയിടത്തും നമ്മൾ ഇത് കാണുന്നതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.